വീണ്ടും ഗൂഗിൾ മാപ്പ് ചതിച്ചു. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുള്ള യാത്രക്കിടെ തെലങ്കാന സ്വദേശികളുടെ വാഹനം തോട്ടിൽ വീണു. മൂന്നാറിലേക്ക് പോകാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടുവന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് തോട്ടിൽ വീണത്. ചേർത്തല തണ്ണീർമുക്കം റോഡിൽ കട്ടച്ചിറ ജംഗ്ഷന് തെക്കുവശം കളരിക്കൽ സ്റ്റുഡിയോ ഹെൽത്ത് സെന്റർ റോഡ് തീരുന്ന ഭാഗത്ത് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ചേർത്തല തണ്ണീർമുക്കം റോഡിൽ കട്ടച്ചിറ ജംഗ്ഷന് തെക്കുവശം കളരിക്കൽ സ്റ്റുഡിയോ ഹെൽത്ത് സെന്റർ റോഡ് തീരുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. മധുരയിൽ നിന്ന് കൊല്ലം ആലപ്പുഴ വഴി മൂന്നാറിലേക്ക് പോവുകയായിരുന്നു സംഘം. ഹെൽത്ത് സെന്ററിന് സമീപം എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് നിശ്ചലമായി. അവിടെ വെച്ച് വാഹനം തിരിക്കാൻ ശ്രമിച്ചപ്പോൾ കാർ തോട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. പെട്ടെന്ന് തന്നെ വാഹനം നിർത്തി. യാത്രക്കാർ ബഹളം വെച്ചപ്പോൾ സമീപവാസികൾ ഓടിയെത്തിയാണ് വാഹനം തുറന്ന് യാത്രക്കാരെ പുറത്തിറക്കിയത്. പിന്നീട് മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്തോടെ 2 മണിക്കൂർ കൊണ്ടാണ് തോട്ടിൽ നിന്ന് വാഹനം കരകയറ്റിയത്. വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ ഇല്ലാത്തതിനെ തുടർന്ന് സംഘം മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. വാഹനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും യുവാക്കളാണ്. മധുരയിൽ നിന്ന് കൊല്ലം ആലപ്പുഴ വഴി മൂന്നാറിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഹെൽത്ത് സെന്ററിന് സമീപം എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാണിക്കുന്നത് നിന്നു എന്നാണ് യുവാക്കൾ പറയുന്നത്. പിന്നീട് വാഹനം തിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പുറകുവശത്തെ ടയർ തോട്ടിലേക്ക് ഇറങ്ങിയത്. പെട്ടെന്ന് തന്നെ വാഹനം നിർത്തി യാത്രക്കാർ ബഹളം വയ്ക്കുകയായിരുന്നു. സമീപവാസികൾ ഓടിയെത്തി യാത്രക്കാരെ പുറത്തിറക്കി. ഗൂഗിൾ മാപ്പ് നോക്കിയും വഴിതെറ്റിയും വാഹനങ്ങൾ ജലാശയങ്ങളിൽ വന്നു ചാടുന്നത് തുടർക്കഥയാവുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഹൈദരാബാദ് സ്വദേശികളായ ആളുകൾ കോട്ടയത്ത് ഇതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത് തോട്ടിൽ വീണിരുന്നു. അന്ന് തോട്ടിലേക്ക് വാഹനം പൂർണ്ണമായി ഇറങ്ങി സമീപവാസികളെല്ലാവരും ചേർന്നാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. കുടുംബമായി യാത്ര ചെയ്യുന്നവരാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. കാലവർഷം എത്തുന്നതോടെ വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലും വാഹനങ്ങൾ വെള്ളത്തിലാകാൻ സാധ്യതയുണ്ട്. ഈ രീതിയിൽ സഞ്ചരിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ യാത്രക്കാരുടെ ജീവൻ സുരക്ഷിതമാക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. വാഹനം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ യാത്രക്കാർ വാതിൽ തുറന്നോ ചില്ല് തകർത്തോ പുറത്തെത്താൻ ശ്രമിക്കണം. വെള്ളക്കെട്ടുകളിൽ പെട്ടുപോകുന്ന സാഹചര്യമുണ്ടായാൽ വാഹനങ്ങളിലേക്ക് വെള്ളം കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വാഹനത്തിൽ ഇരിക്കുക. ഇത്തരം സാഹചര്യമുണ്ടായാൽ ഫോണിലൂടെ ബന്ധപ്പെട്ട സഹായത്തിന് ആളുകളെ എത്തിക്കുകയും ചെയ്യണം. പരിചിതമല്ലാത്ത റോഡുകളിൽ ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിക്കുമ്പോഴാണ് പ്രധാനമായും ജലാശയങ്ങളിലേക്ക് പതിച്ച് വാഹനം മുങ്ങിപ്പോകുന്ന അപകടങ്ങളിൽ പെടുന്നത്. പ്രധാന റോഡുകളിൽ നിന്ന് ഇട റോഡുകളിലൂടെ വാഹനം ഓടിക്കേണ്ട സാഹചര്യമുണ്ടായാൽ വഴിയിൽ റോഡിനെക്കുറിച്ച് പ്രദേശവാസികളോട് ചോദിച്ച ശേഷം മാത്രം മുമ്പോട്ട് പോവുക. ഇത്തരം റോഡുകളിൽ വേഗം കുറയ്ക്കുന്നതും മുൻപിലുള്ള റോഡ് ശരിയായ രീതിയിൽ ദൃശ്യമാക്കി സഞ്ചരിക്കുകയും ചെയ്താൽ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകും. ഇക്കാര്യങ്ങൾ കൂടി ഓർക്കണം. റോഡിൽ വെള്ളം കൂടുതലാണെന്ന് തോന്നിയാൽ വെള്ളത്തിലേക്ക് വാഹനം ഇറക്കരുത്. റോഡിൻ്റെ എതിർവശം ദൃശ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം. വാഹനം വെള്ളത്തിൽ ഇറക്കിയാൽ വളരെ പതുക്കെ മാത്രം സഞ്ചരിക്കുക. വാഹനത്തിൽ വെള്ളം കയറിയാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. തള്ളി മാത്രം വെള്ളത്തിന് പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി പുറത്തു വന്നതിന് ശേഷം ബ്രേക്ക് ചവിട്ടുകയും വിടുകയും ചെയ്യുക. ഇത് ബ്രേക്കിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളും. വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ എൻജിൻ ഓയിൽ പരിശോധിക്കുക. സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യുക. പിക്കപ്പ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവ് തോന്നിയാൽ ഉടനെ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ പരിശോധിപ്പിക്കുക. രാത്രി പ്രധാന റോഡുകളിലൂടെ മാത്രം സഞ്ചരിക്കുക. ചെറിയ റോഡുകളെക്കുറിച്ച് ശരിയായ ധാരണയുണ്ടെങ്കിൽ മാത്രം രാത്രിയിലെ യാത്രയ്ക്ക് ഇത്തരം റോഡുകൾ തിരഞ്ഞെടുക്കാവൂ എന്ന് ഈ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.